ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. ദൈവമാണ് ഈ ചുമതല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. ഇന്ന് നമ്മൾ വിചാരിക്കണം. മനോഹരമായ യോഹന്നാന്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായത്തിൽ വളരെ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. ഗലീല കടപ്പുറത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടുകൂടി ഇരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനോട്, ശീമോൻ പത്രോസിനോട് ക്രിസ്തു ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരിലെല്ലാവരെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ ശീമോൻ പത്രോസ് മറുപടി പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോടുള്ള പ്രിയം നീ അറിയുന്നുവല്ലോ എന്നാണ്. അടുത്ത വാചകം എന്താ? നീ പോയി ആടുകളെ മേയ്ക്കുവിൻ എന്നാണ് പറയുന്നത്. നിനക്ക് ഇവരിലേക്കാളും അധികം സ്നേഹം, നീ ഇവരിലേക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ കരുതുന്നത് അത് ശീമോൻ പത്രോസിനോട് മാത്രം ക്രിസ്തു ചോദിക്കുന്നതല്ല, നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം. ഞാൻ കേൾക്കുന്നുണ്ട് ആ ചോദ്യം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവരിലേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നിട്ട് എന്താ പറയുന്നത്? ആടിനെ മേയ്ക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ വിചാരിച്ചാലും പോയി ആടിനെ മേയ്ക്കാൻ പറഞ്ഞാണെന്ന്. ശരിക്ക് ആട്ടിടയനായി. അതല്ല, നീ പോയി നിന്റെ കർത്തവ്യം നിർവഹിക്കാനാണ്, നീ നിന്റെ ജോലി ചെയ്യുക.